വിഷ്ണു ഭഗവാൻ സ്വന്തം കണ്ണ് തന്നെ സമർപ്പിച്ച കഥ നിങ്ങൾക്കറിയാമോ? കാലങ്ങൾക്ക് മുമ്പ് അധർമ്മശക്തികളെ നശിപ്പിക്കാൻ ഒരു ദിവ്യായുധം നേടണമെന്ന് ഭഗവാൻ വിഷ്ണു തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ശിവനെ ആരാധിക്കാൻ തുടങ്ങി. 1000 താമരപ്പൂക്കൾ ശേഖരിച്ച് ശിവന്റെ 1000 നാമങ്ങൾ ജപിച്ച് വിഷ്ണു ഓരോ പൂവും സമർപ്പിച്ചു. വിഷ്ണുവിനെ താമരക്കണ്ണൻ എന്ന് വിളിക്കുന്നതുപോലെ ഓരോ പൂവും അദ്ദേഹത്തിന്റെ ഭക്തിയുടെ പ്രതീകമായിരുന്നു. പക്ഷേ വിഷ്ണുവിന്റെ ഭക്തി പരീക്ഷിക്കാൻ ശിവൻ ഒരു താമരപ്പൂവ് അപ്രത്യക്ഷമാക്കി. എണ്ണിയപ്പോൾ ഒരു പൂവ് കുറവ്. പൂജ പൂർത്തിയാകില്ല. ഒരു നിമിഷം പോലും മടിക്കാതെ വിഷ്ണു പറഞ്ഞു, എന്റെ കണ്ണ് തന്നെ ഒരു താമരയാണ്. അങ്ങനെ സ്വന്തം കണ്ണ് സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. ആ നിമിഷം ബ്രഹ്മാണ്ഡം തന്നെ നടുങ്ങി. അപ്പോൾ തന്നെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുവേ, നിന്റെ ഭക്തിക്ക് സമം ഒന്നുമില്ല. ശിവൻ വിഷ്ണുവിന്റെ കണ്ണ് തിരികെ നൽകി ഒരു ദിവ്യായുധം സമ്മാനിച്ചു, സുദർശന ചക്രം. അന്നുമുതൽ ധർമ്മത്തെ സംരക്ഷിക്കുന്ന രക്ഷകനായി വിഷ്ണു മാറി. ലോകങ്ങളെ സംരക്ഷിക്കുന്ന മഹാവിഷ്ണുവിന് വേണ്ടി എല്ലാവരും ചേർന്ന് ജപിക്കാം. ഓം നമോ നാരായണായ. കാലങ്ങൾക്ക് മുമ്പ് അധർമ്മശക്തികളെ നശിപ്പിക്കാൻ ഒരു ദിവ്യായുധം നേടണമെന്ന് ഭഗവാൻ വിഷ്ണു തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ശിവനെ ആരാധിക്കാൻ തുടങ്ങി. 1000 താമരപ്പൂക്കൾ ശേഖരിച്ച് ശിവന്റെ 1000 നാമങ്ങൾ ജപിച്ച് വിഷ്ണു ഓരോ പൂവും സമർപ്പിച്ചു. വിഷ്ണുവിനെ താമരക്കണ്ണൻ എന്ന് വിളിക്കുന്നതുപോലെ ഓരോ പൂവും അദ്ദേഹത്തിന്റെ ഭക്തിയുടെ പ്രതീകമായിരുന്നു. പക്ഷേ വിഷ്ണുവിന്റെ ഭക്തി പരീക്ഷിക്കാൻ ശിവൻ ഒരു താമരപ്പൂവ് അപ്രത്യക്ഷമാക്കി. എണ്ണിയപ്പോൾ ഒരു പൂവ് കുറവ്. പൂജ പൂർത്തിയാകില്ല. ഒരു നിമിഷം പോലും മടിക്കാതെ വിഷ്ണു പറഞ്ഞു, എന്റെ കണ്ണ് തന്നെ ഒരു താമരയാണ്. അങ്ങനെ സ്വന്തം കണ്ണ് സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. ആ നിമിഷം ബ്രഹ്മാണ്ഡം തന്നെ നടുങ്ങി. അപ്പോൾ തന്നെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുവേ, നിന്റെ ഭക്തിക്ക് സമം ഒന്നുമില്ല. ശിവൻ വിഷ്ണുവിന്റെ കണ്ണ് തിരികെ നൽകി ഒരു ദിവ്യായുധം സമ്മാനിച്ചു, സുദർശന ചക്രം. അന്നുമുതൽ ധർമ്മത്തെ സംരക്ഷിക്കുന്ന രക്ഷകനായി വിഷ്ണു മാറി. വിഷ്ണു ഭഗവാൻ സ്വന്തം കണ്ണ് തന്നെ സമർപ്പിച്ച കഥ നിങ്ങൾക്കറിയാമോ? കാലങ്ങൾക്ക് മുമ്പ് അധർമ്മശക്തികളെ നശിപ്പിക്കാൻ ഒരു ദിവ്യായുധം നേടണമെന്ന് ഭഗവാൻ വിഷ്ണു തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ശിവനെ ആരാധിക്കാൻ തുടങ്ങി. 1000 താമരപ്പൂക്കൾ ശേഖരിച്ച്